3 big mistakes to avoid while studying for CA exams. അതെന്താണ് ഈ 3 ബിഗ് മിസ്റ്റേക്സ്? ബാക്കിയൊക്കെ ചെറുതാണ്. ഞങ്ങൾ CA എക്സാം പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് സാധാരണ കുറേ മിസ്റ്റേക്സ് ചെയ്യാറുണ്ട്. ഓക്കെ, പക്ഷേ അതൊക്കെ ചെറിയതാണ്. ബിക്കോസ് അത് ഞങ്ങൾക്ക് തിരുത്തിയില്ലെങ്കിലും, ചിലത് ഞങ്ങൾക്ക് തിരുത്താൻ പറ്റും, ചിലർക്ക് തിരുത്തിയില്ലെങ്കിലും അത് ഞങ്ങളുടെ റിസൾട്ടിനെ ചിലപ്പോൾ അത്രയ്ക്ക് അങ്ങനെ ബാധിക്കില്ല. പക്ഷേ ഈ ബിഗ് മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ടിനെ തന്നെ ബാധിക്കും. So I have made these 3 mistakes and I had to suffer. So I don't want you to suffer. So come and learn about these 3 big mistakes that I'm going to say. So please watch this video till the end. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഫുള്ളായിട്ട് കാണുക. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ബൈ ദ വേ, ഐ ആം അമിത്, എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ എന്തെങ്കിലും റിലവൻസ് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ഹിറ്റ് ദി ലൈക്ക് ബട്ടൺ ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ കോംറേഡ് സി. ഇത്തരം റിലവൻ്റ് ആയിട്ട് വീഡിയോസ് ഞാൻ വീക്ക്ലി ട്വൈസ് ആയിട്ട് കൊണ്ടുവരുന്നതാണ്. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് ഡൈവ് ഇൻ. ഫസ്റ്റ് ബിഗ് മിസ്റ്റേക്ക്, ഏറ്റവും പ്രധാനപ്പെട്ട മിസ്റ്റേക്ക്. എക്സാംസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വിചാരിക്കും ആത്മവിശ്വാസത്തോടെയൊക്കെയാണ് പഠിക്കുന്നതെങ്കിലും ഞങ്ങൾ വിചാരിക്കും എല്ലാ സിലബസും, എൻറ്റയർ സിലബസ് ഞങ്ങൾക്ക് കവർ ചെയ്യണം. ഓക്കെ, പിന്നെ ഞങ്ങൾക്ക് 2-3 ഓത്തറിൻ്റെ ബുക്കാണെങ്കിൽ എല്ലാം വായിച്ചിരിക്കണം എന്നുള്ളൊരു തോന്നലും കൂടി ഉണ്ടാവും. പിന്നെ എന്തുകൊണ്ടാണ് ഈ 2-3 ഓത്തറിൻ്റെ ബുക്ക് വായിക്കാൻ തോന്നുന്നത്? ബിക്കോസ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വായിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്കും ഇത് വായിക്കണം. ആൻഡ് ഞങ്ങൾ ഫൊർഗെറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ചാൽ, ഞങ്ങൾ ഈ സ്റ്റഡി മെറ്റീരിയൽ വായിക്കില്ല. ICAയുടെ സ്റ്റഡി മെറ്റീരിയലാണ് ഞാൻ പറയുന്നത്. ICAയുടെ സ്റ്റഡി മെറ്റീരിയൽ വായിക്കില്ല. ആൻഡ് ദെൻ പിന്നെന്താണ് ഞങ്ങൾ ചെയ്യുക? ഈ 2-3 ഓത്തറൊക്കെ കളക്ട് ചെയ്ത ബുക്ക് ഞങ്ങൾ വായിക്കും. അത് എവിടുന്നും ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ഫുള്ളി ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. കുറേ അവിടെ ഇവിടെ നിന്നൊക്കെ വായിച്ച് അപ്പം ഞങ്ങൾക്ക് അവസാനം തോന്നും, ഓക്കെ, കുറേ കാര്യങ്ങൾ ഞാൻ ലെഫ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, ഇത്രയും പഠിച്ചുകൊണ്ട് എനിക്ക് എന്തെങ്കിലും കിട്ടും. ബിക്കോസ് ഇത് പഠിക്കാൻ തന്നെ കുറേ സമയമെടുക്കും. അത്രയും പഠിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കുറേ ലോ ആയിരിക്കും. ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ എക്സാം പ്രിപ്പയർ ചെയ്തിട്ട് എക്സാം ഹോളിലേക്ക് പോവുക. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ഞങ്ങൾ പഠിച്ചു എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഞങ്ങൾ ഈ സ്റ്റഡി മെറ്റീരിയൽ പഠിക്കില്ല, അതിനെ വായിക്കില്ല. കുറേ ഓത്തേഴ്സിനൊക്കെ വായിച്ച് ഞങ്ങൾ ഫുള്ളി കൺഫ്യൂസ്ഡ് ആവും. എന്നിട്ട് ഞങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല എത്ര പഠിച്ചു, എത്ര കഴിഞ്ഞു, എത്ര ബാക്കിയുണ്ട്, എന്താണെന്നുള്ളത്. നോക്കി വരുമ്പോൾ എല്ലാം ബാക്കിയായിരിക്കും. അങ്ങനെയുള്ളൊരവസ്ഥയാണ്. പക്ഷേങ്കിൽ ഇത്രയും ഹ്യൂജായ സിലബസ് എങ്ങനെയാണ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളൊരു ചോദ്യചിഹ്നവും കൂടി ഞങ്ങൾക്ക് വരും. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇതാണ് കോമൺ ആയിട്ടുള്ളൊരു മിസ്റ്റേക്ക്. ഞാൻ ഈ മിസ്റ്റേക്ക് കുറേ വട്ടം ചെയ്തിട്ടുണ്ട്. സോ എന്താണ് ഞങ്ങൾക്ക് ചെയ്യേണ്ടത്? ഒരു പൂവഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് റെഫർ ഓൺലി വൺ ബുക്ക്. ദാറ്റ് മീൻസ് സ്റ്റഡി മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ ധാരാളം, ദാറ്റ്സ് ഇനഫ്. അത് മാത്രം ചെയ്താൽ മതി. ബട്ട് ഇൻ കേസ് നിങ്ങൾ സെൽഫ് സ്റ്റഡി അല്ലാതെ നിങ്ങളൊരു കോച്ചിങ്ങിന് പോയോ ഒരു ക്ലാസ്സസ് റെഫർ ചെയ്ത് ഏതെങ്കിലും ടീച്ചർ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ബുക്ക് റെഫർ ചെയ്യുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല. ആ ബുക്ക് റെഫർ ചെയ്തോളൂ. പക്ഷേങ്കിൽ സ്റ്റഡി മെറ്റീരിയൽ ഹാസ് ടു ബി റെഫേർഡ്. അത് കമ്പൽസറി ആണ്, നോൺ നെഗോഷ്യബിൾ ആണ്. ഒരു കാര്യം ചിന്തിച്ചോളൂ, നിങ്ങൾക്ക് പാസ്സാവണമെന്നുണ്ടെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽ എന്തായാലും റെഫർ ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക? ഇതും ചെയ്യുക, പിന്നെ സ്റ്റഡി മെറ്റീരിയലും ചെയ്യുക. സ്റ്റഡി മെറ്റീരിയൽ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല. സ്റ്റഡി മെറ്റീരിയൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക്, അതിനകത്തുള്ള ഫോർമാറ്റ്, അതിനകത്തുള്ള കോൺസെപ്റ്റാണ് നിങ്ങളെ ചോദിക്കാൻ പോകുന്നത്, അതാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇപ്പോൾ ഉള്ള നിങ്ങൾക്ക് പ്രസൻ്റ്ലി ചെയ്യുന്ന ഓത്തറുടെ ബുക്ക് ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കുക. അതിനകത്ത് എന്തെങ്കിലും എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കവർ ചെയ്യുക. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ കോച്ചിങ് ക്ലാസ്സസിൻ്റെ ഒക്കെ ഉള്ള ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ CA, CS, CMA എല്ലാവർക്കും ഉള്ള ബൈൻഡ് ചെയ്തിട്ടുള്ള ഒരു ബുക്ക് തന്നെയാണ് അവർ തരുന്നത്. അക്കൗണ്ട്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ലൈക്ക് ഡയറക്റ്റ് ടാക്സിൻ്റെ ഇതൊക്കെ എടുക്കുമ്പോൾ അവർ എൻറ്റയർലി എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഉണ്ടാക്കുക. അപ്പോൾ അതിനകത്ത് കുറേ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അല്ലാതെ സിയുടെ മാത്രം ട്രെൻഡ് ഉള്ളതായിട്ട് അതിനകത്ത് ഉണ്ടാവില്ല. ബിക്കോസ് അവർക്കും അതൊരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അവർ എല്ലാം കൂടി അതിനകത്ത് ഇട്ട് വരും. അപ്പം ഞങ്ങൾ ഈ പറഞ്ഞ ഈ ബുക്കിൻ്റെ ഉള്ളിൽ തന്നെ ഈ RTP, MTP, ഓക്കെ, ഈ പാസ്റ്റ് പേപ്പേഴ്സൊക്കെ കവർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. സ്റ്റഡി മെറ്റീരിയൽ ഫുള്ളി അതിനകത്തേക്ക് കവർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് CS, CMA ഇവരൊക്കെ കവർ ചെയ്യുന്നതാണ്. എല്ലാവരും ഇത് ജസ്റ്റ് ഇതൊരു എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. പക്ഷേങ്കിൽ അവരങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 കൊല്ലത്തേക്കുള്ളത് അവർ ഒരുമിച്ച് പ്രിൻറ്റ് ചെയ്ത് വയ്ക്കും. അപ്പോൾ എല്ലാ ടൈമിലും ഈ പറഞ്ഞ സ്റ്റുഡൻസിനെ പറ്റി പറഞ്ഞ്, സ്റ്റുഡൻസ് സ്കോർഡ് വെൽ അവരെ പറ്റി പറഞ്ഞിട്ട് ഇത് കാര്യങ്ങൾ സെൽ ഔട്ട് പോകണം. അല്ലാതെ അവരെ ഞങ്ങളോട് സ്റ്റഡി മെറ്റീരിയൽ എടുത്ത് വായിച്ച് ചെയ്യാനോ ഒന്നും പറയില്ല.
അപ്പം ഓക്കെ, അത് അവരൊരു കുറ്റം പറയുകയല്ല, ദേ ഹാവ് ടു റൺ ദയർ ബിസിനസ്, അതങ്ങനെയാണ് നടക്കുന്നത്. പക്ഷേങ്കിൽ ആസ് എ സ്റ്റുഡൻറ്റ് വി ഷുഡ് ബി വിജിലൻറ്റ്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സ്റ്റഡി മെറ്റീരിയൽ എപ്പോഴും ദിവസേന നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ആ സ്റ്റഡി മെറ്റീരിയൽ ആ കോൺസെപ്റ്റ് അപ്പം തന്നെ വായിച്ചെടുത്ത് ആ നോട്ട്സും നിങ്ങൾക്ക് തന്നതിനകത്ത് കമ്പയർ ചെയ്ത് അത് വെക്കുക. അത് ഓൾറെഡി സോൾവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവണം സ്റ്റഡി മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ ഈ RTP ഇതൊക്കെ ഉള്ളത് തന്നെ ലേറ്റർ ആണ്. ഈ സ്റ്റഡി മെറ്റീരിയൽ അല്ലാതെ RTP MTP നിങ്ങൾക്ക് കവർ ചെയ്യേണ്ടതാണ്. അറ്റ്ലീസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ എന്തായാലും റെഫർ ചെയ്യണം. ഓക്കെ, പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് ഒരു കുക്ഡപ്പ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഞാൻ പറയുന്നത് ഓക്കെ സ്റ്റഡി മെറ്റീരിയൽ ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റഡി മെറ്റീരിയൽ ചെയ്തോളൂ, ബിക്കോസ് സ്റ്റഡി മെറ്റീരിയൽ ചെയ്യാൻ അതിനുള്ള ഡിഫിക്കൽട്ടീസ് മേ ബി ഉണ്ടാവും. ഏർലിയർ ഞങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ അത്ര ഈസി ആയിരുന്നില്ല റെഫർ ചെയ്യാൻ. ഇന്ന് വളരെ കോൺസെപ്ഷ്യലും വളരെ ഭംഗിയായിട്ട് പ്രിന്റ് ചെയ്തിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലാണ് ചെയ്യുക. സ്റ്റുഡൻസ് മസ്റ്റ് റെഫർ ഇറ്റ്. അപ്പോൾ അത് തീർച്ചയായിട്ടും റെഫർ ചെയ്യേണ്ടത് കാര്യമാണ്. വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ 2009 ആ ഒരു പീരീഡിൽ ഞങ്ങൾ റിസൾട്ട്സ് ഫൈനലിൻ്റെ റിസൾട്ട്സ് ഒക്കെ വളരെ കുറവായിരുന്നു. ദാറ്റ് മീൻസ് 0.2%, 0.3% ഒക്കെ ആയിട്ടുള്ളൊരു സമയം ഉണ്ടായിരുന്നു റിസൾട്ട്. ആ ഒരു ടൈമിൽ റിസൾട്ട്സ് അങ്ങനെ വന്നിരുന്നു. പക്ഷെ ആ ടൈമിലും രാജസ്ഥാൻ എന്നുള്ള സ്റ്റേറ്റിൽ നിന്നായിരുന്നു CA റാങ്കേഴ്സ് വന്നിരുന്നത്. ആ ടൈമിലും CA റാങ്കേഴ്സ് കൂടുതലും രാജസ്ഥാൻ എന്നുള്ള ഒരു ഇതിലായിരുന്നു. തുടർച്ചയായിട്ട് അവർക്ക് 6 ടൈമായിട്ട് അവർ CA റാങ്കേഴ്സ് ആ സ്റ്റേറ്റിൽ നിന്നാണ് വന്നത്. അപ്പോൾ അവിടെയുള്ളൊരു നടത്തിക്കൊണ്ടിരുന്ന ഒരു ക്ലാസ്, VSI ക്ലാസ്, RC ശർമ്മ എന്നുള്ളൊരു പ്രൊഫസറാണ് അവിടെ പഠിപ്പിക്കുന്നത്. അയാളുടെ വീഡിയോസൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അയാൾ എപ്പോഴും പറയുന്നുള്ളൊരു കാര്യം, ആ ടൈമിലും ഈ ടൈമിലായാലും അയാൾ ഒരേ ഒരു കാര്യമാണ് സജസ്റ്റ് ചെയ്യുന്നത്, സ്റ്റഡി മെറ്റീരിയൽ തന്നെ വായിക്കണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ലൈക്ക് ബിഗ് മിസ്റ്റേക്ക് ഈസ് വി ആർ റീഡിങ് ദി എൻറ്റയർ സിലബസ്. അതാണ് അവിടെ പറയുന്നത്. എൻറ്റയർ സിലബസ് പഠിക്കേണ്ട ആവശ്യമില്ല. ഓൺലി 60% ഓഫ് യുവർ സിലബസ് ഈസ് റിക്വയർഡ് ഫോർ യു ടു ക്ലിയർ ദി എക്സാംസ്. ടു ബ്രിങ് ദ റാങ്ക് ദെൻ യു ഹാവ് ടു സ്റ്റഡി ഫർദർ. ബട്ട് ഒരു സ്റ്റഡി മെറ്റീരിയൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിനകത്ത് 60% ഉള്ള സിലബസ് പഠിച്ചാൽ തന്നെ ഞങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അത് ഐഡൻറ്റിഫൈ ചെയ്യലാണ് കറക്റ്റായിട്ടുള്ളൊരു ജോലി. അതാണ് ഞങ്ങളെ ക്ലാസ്സസിലെ ആൾക്കാരോ അല്ലെങ്കിൽ മെൻറ്റേഴ്സോ അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞു തരേണ്ടത്. ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്, അതിനകത്ത് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്. അത് ഒരു പ്രാവശ്യം 2 പ്രാവശ്യമല്ല, 6 പ്രാവശ്യമെങ്കിലും നിങ്ങൾ റിവൈസ് ചെയ്തിരിക്കണം. ദാറ്റ് ഷുഡ് ബി ദ തിങ്. അപ്പോൾ ഈ 6 പ്രാവശ്യം റിവൈസ് ചെയ്യാൻ പറ്റും. ഈ എൻറ്റയർ സിലബസ് വായിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു തവണ പോലും ഇത് വായിച്ച് തീരില്ല. പിന്നെയാണ് റിവിഷൻ, അതും പോലും പറ്റില്ല. പക്ഷേങ്കിൽ ഈ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റേഴ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 3-ൽ കൂടുതൽ റിവൈസ് ചെയ്യാൻ പറ്റും. അത് ചെയ്താൽ തന്നെ നിങ്ങൾ റിസൾട്ട് ചേഞ്ച് ആവും. ദാറ്റ് മീൻസ് യു വിൽ ബി ഗെറ്റിംഗ് ക്ലിയർഡ്. അപ്പോൾ ആ ടൈമിൽ ഈ 2009 മുതൽ ഞാൻ പറഞ്ഞില്ല റാങ്കേഴ്സ് കിട്ടിയിരുന്നുള്ള ആൾക്കാർ, അവരൊക്കെ ഈ പറഞ്ഞ സ്റ്റഡി മെറ്റീരിയലും ഈ പ്രാക്ടീസ് മാനുവലും RTP MTP ഇത് മാത്രമാണ്, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെറ്റീരിയൽ മാത്രമാണ് റെഫർ ചെയ്തത്. അത് അവർ 6 പ്രാവശ്യമെങ്കിലും അവർ റെഫർ ചെയ്തിട്ടുണ്ട്. അത്രയും പ്രാവശ്യം അവർ റിവൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ റിസൾട്ട്സ് വളരെ നല്ലതായിരുന്നു. ആൻഡ് ദേ കുഡ് സെക്യൂർ റാങ്ക്സ് ഓൾസോ. അപ്പം ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്ക് കിട്ടുന്നതാണോ? ബിക്കോസ് യു ആർ ഓൺലി ആൻ ആവറേജ് സ്റ്റുഡൻറ്റ്, ദെൻ യു വിൽ ബി സ്റ്റഡിങ്, യു ഹാവ് ടു സ്റ്റഡി ഓൺലി 60%. മോർ ദാൻ ഇഫ് യു ആർ എക്സ്പെക്ടിങ് എ റാങ്ക്, അവരുടെ ലെവലേ വേറിയ. ബിക്കോസ് അവരുടെ സ്ട്രാറ്റജിയും ഒക്കെ വ്യത്യാസമുണ്ടാകും. They will study not 100%, but at least they will be smart enough that how to get a rank. So revision strategy അവരുടെ വ്യത്യാസം ഉണ്ടാകും. അതിന് വേറെ ടെക്നീക്സും ഈ പറഞ്ഞ 60% തന്നെ പഠിച്ചെടുക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ല ലേണിംഗ് ടെക്നീക്സും സ്ട്രാറ്റജിയും പ്ലാനിങ്ങും ഉണ്ടാകണം. എന്നാലാണ്. So I will be bringing up with further videos about how to memorize things or what should be the scientific way of remembering things. I'll put it in next video. This was the first big mistake. പിന്നെ ഇങ്ങനെ ഒരുപാട് തവണ ആയിട്ടുണ്ട്. എക്സാം എഴുതിയതിന് ശേഷം പുറത്ത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഈ ക്വസ്റ്റ്യൻ മറിച്ചിട്ട് നോക്കുമ്പോൾ ഓഫ് ദാ സ്റ്റഡി മെറ്റീരിയൽ തന്നിട്ടുണ്ട്, എൻ്റെ നോട്ട്സിൽ എവിടെയും കാണാനില്ല. ഔട്ട് ഓഫ് സിലബസ് ആണോ? അല്ല, സ്റ്റഡി മെറ്റീരിയൽ അതിനുപോലെയുള്ള ഒരു കോൺസെപ്റ്റ് എവിടെയെങ്കിലും തന്നിട്ടുണ്ടാകും. അവിടെ തന്നെയാണ് ഈ ചോദ്യം. അങ്ങനെ എൻ്റെ അടുത്ത് എനിക്ക് കുറേ പ്രാവശ്യമായിട്ടുണ്ട്. ലൈക്ക് സ്റ്റഡി മെറ്റീരിയൽ എന്ന് ചോദിച്ച ചോദ്യം എനിക്കറിയില്ല, ബിക്കോസ് ഐ ഡിഡ്ന്റ് ഡു ഇറ്റ്, ഐ ഡിഡ്ന്റ് revise it, I didn't do anything. So I have made this mistake. You do not make this. Second big mistake.
സെക്കൻഡ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ 2-3 months അവൈലബിൾ ആയിരിക്കും ഫോർ ദി എക്സാംസ്. ഇൻ കേസ് ഫോർ എൻ എക്സാമ്പിൾ ആ ടൈമിൽ ഞങ്ങൾ വളരെ കൂടുതൽ പാനിക് ആവുക. ഓക്കെ, ഈ പാനിക് ആവുന്നത് ഏറ്റവും വലിയൊരു ബിഗ് മിസ്റ്റേക്ക് അല്ല, പക്ഷെ അത് അൺകൺട്രോളബിൾ ആണ്. ഓക്കെ, അൺകൺട്രോളബിൾ ആണ്. ഈ പാനിക് ആവുന്ന സിറ്റുവേഷനിൽ എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ തന്നെ കൺസോൾ ചെയ്യാൻ തുടങ്ങും. എന്താവുക, ഏറി വന്നാൽ ഞങ്ങൾ ഫെയിലാവും, വേറൊന്നും ആവില്ലല്ലോ, ഞങ്ങൾക്ക് അടുത്ത പ്രാവശ്യം റാങ്ക് കൊണ്ടുവരാം എന്നൊക്കെയാണ് മനസ്സിനെ ഞങ്ങൾ ആശ്വസിപ്പിക്കുന്നത്. പക്ഷേ അതിൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്റ്റഡിയിൽ അത്ര ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും പഠിച്ചിട്ട് കാര്യമില്ല, ഫെയിലാവും. അപ്പോൾ പിന്നെ പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതിനകത്ത് സ്റ്റഡിയിലേക്ക് കറക്റ്റ് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ഞങ്ങൾ എന്താ ചെയ്യുക, അടുത്ത പ്രാവശ്യം റാങ്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് പതുക്കെയാണ് പഠിക്കുക. മൈൻഡ് വളരെ ലേഡ് ബാക്ക് ആൻഡ് റിലാക്സ്ഡ് ആവും. റിലാക്സ് മീൻസ് ടോട്ടലി ലേഡ് ബാക്ക്. അപ്പം ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യരുത്. എത്ര സമയം നിങ്ങളടുത്തുണ്ടോ, ഈവൻ ഇഫ് ഇറ്റ്സ് 2-3 months ഓർ ഇതൊരു കോവിഡ് കാലമായതുകൊണ്ട് മേ ബി യു വിൽ ഹാവ് സം മോർ ടൈം ഫോർ സ്റ്റഡി. അപ്പം നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു എഫേർട്സ് എപ്പോഴും ചെയ്യും. മേ ബി യു ഡോണ്ട് ഹാവ് ടു സ്റ്റഡി ലോങ് അവേഴ്സ് പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. പക്ഷേങ്കിൽ കുറച്ച് സമയമാണെങ്കിലും അത് എപ്പോഴും ഫോക്കസ് ചെയ്തിട്ട് തന്നെ ചെയ്യുക. നിങ്ങൾ എപ്പോഴും ആ മനസ്സിന് ആ ഗോളിനെ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ആ ഗോളിന് വേണ്ടുന്നുള്ള ആ ബ്ലൂ പ്രിൻറ്റ് മീൻസ് ദ സ്റ്റെപ്സ്, ഈ സ്റ്റെപ്സ് കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്തിട്ട് പാനിക് ആവാതെ ഉള്ള ടൈമിൽ എപ്പോഴും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ബിക്കോസ് ഞങ്ങൾക്ക് ഈ കൺസിസ്റ്റൻ്റ് എഫേർട്ട് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് എപ്പോൾ ലാസ്റ്റ് മൂമെൻറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ 2-3 months ആകുമ്പോൾ ഞങ്ങൾക്ക് ഈ പാനിക് ബട്ടൺ അമർത്തേണ്ടി വരുന്നത്. അപ്പം അൺകൺട്രോളബിൾ ആയിട്ട് പാനിക് ചിലപ്പോൾ ആവും, ലൈക്ക് ഇൻ ലാസ്റ്റ് മൂമെൻറ്റ്സ് ഉണ്ടാവും. പക്ഷേങ്കിൽ വൈൽ സ്റ്റഡിങ് ഇറ്റ് ഷുഡൻറ്റ് ഹാപ്പൻ. വാട്ട് എവർ ടൈം നിങ്ങളടുത്ത് ഇപ്പോഴും ഉണ്ടത്, വാട്ട് എവർ ടൈം യു ഹാവ്, കീപ്പ് ഓൺ സ്റ്റഡിങ്, കീപ്പ് ഓൺ ഫോക്കസിങ് ഓൺ യുവർ സബ്ജക്റ്റ്. ആൻഡ് ഈ കാര്യങ്ങൾ ചിന്തിക്കരുത്, ലൈക്ക് പാസ്സാവോ അല്ലെ പാസ്സാവില്ലേ, എത്രമാത്രം പഠിച്ചു കഴിഞ്ഞു, ഇത്രയും പഠിച്ച് ഞാൻ പാസ്സായാൽ മതിയോ, ഇത്ര കഴിഞ്ഞു, ഇതൊന്നും ചിന്തിക്കാതെ കറക്റ്റ്ലി ഞങ്ങൾ പ്ലാനിങ് സ്ട്രാറ്റജി, ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്ലാനിങ് സ്ട്രാറ്റജി വെച്ച് പാനിക് ആവാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഡെഫിനറ്റ്ലി ദർ വിൽ ബി നോ പാനിക്, ഒരു പാനിക്കും ഉണ്ടാവില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതായിരുന്നു രണ്ടാമത്തെ മിസ്റ്റേക്ക്. തേർഡ് ബിഗ് മിസ്റ്റേക്ക്, ചിറ്റ് ചാറ്റിംഗ് ആൻഡ് ഡിസ്കസിങ് ലോങ് വിത്ത് ഫ്രണ്ട്സ്. എനിക്കറിയാം സുഹൃത്തുക്കളെ, ഇത് വളരെ ഡീമോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേങ്കിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. സപ്പോസ് നിങ്ങളുടെ ഫ്രണ്ട് വിളിച്ചിട്ട് നിങ്ങളോട് പറയുകയാണ്, എടാ എൻ്റെയാണ് പഠിച്ചും കഴിഞ്ഞു എന്ന് മാത്രമല്ല 2 വട്ടം റിവൈസ് ചെയ്ത് കഴിഞ്ഞു. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ അതിനെ ഡീമോട്ടിവേറ്റ് ആവും. ഇവിടെ ഞാനിത് പഠിച്ചിട്ടും കൂടിയില്ല, റിവിഷൻ ഇനി ബാക്കി എത്ര, ഇനി എപ്പോഴാണ് ഇത് ചെയ്യുക? ബിക്കോസ് അവൻ ചെയ്യുന്ന സബ്ജക്റ്റ് വേറെ ആയിരിക്കും, ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സബ്ജക്റ്റ് വേറെ ആയിരിക്കും. അവൻ ചെയ്യുന്ന സമയം വേറെ ആയിരിക്കും, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയം വേറെ ആയിരിക്കും. ബിക്കോസ് നിങ്ങളൊക്കെ ജീവിതത്തിലെ സർക്കംസ്റ്റൻസസ് ഒക്കെ വേറെ ആയിരിക്കും. നിങ്ങളെ ഫ്രെയിം ഓഫ് മൈൻഡ് ഇരിക്കുന്നത് വേറെയാണ്. അപ്പോൾ ഇതൊക്കെ വേറെ ലെവലിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അൺഫോർച്ചുനേറ്റ്ലി എന്താണ് ചെയ്യുന്നത്, ജസ്റ്റ് എ കമ്പാരിസൺ. അപ്പോൾ ഈ ഫോണിലൂടെ കുറേ നേരം ഇരുന്നിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ മേ ബി യു വിൽ ബി ഡിസ്കസിങ് അബൌട്ട് യുവർ സ്റ്റഡി. പക്ഷേ ഈ സ്റ്റഡി തന്നെ ഇതൊക്കെയാണ് വരിക. ബിക്കോസ് നിങ്ങളുടെ ഫാക്ടേഴ്സ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ കളവ് പറയേണ്ടി വരും. അപ്പോൾ നിങ്ങളെ CA ഫ്രണ്ട്സ് അല്ല, വേറെ ഏതെങ്കിലും ഫ്രണ്ട് അടുത്ത് സംസാരിക്കുകയാണെങ്കിലും എത്ര പഠിച്ചു കഴിഞ്ഞു, ഇവിടെ പഠിപ്പൊക്കെ നന്നായി നടക്കുന്നില്ലേ, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഓക്കെ, ഞങ്ങൾക്കൊരു ചുരുക്കത്തിൽ പറയാം, ഓക്കെ നടക്കുന്നുണ്ട്, കുഴപ്പമില്ല, അത്ര അങ്ങനെ അതിലെല്ലാം നടക്കുന്നില്ല അല്ലെങ്കിൽ നടക്കുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊന്നും പറയാതെ ജസ്റ്റ് കട്ട് ഇറ്റ് ഷോർട്ട്, അത്രമാത്രം പറയും. ഇൻ കേസ് സംസാരിക്കേണ്ടി വന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് തീരെ അവരുടെ അടുത്ത് സംസാരിക്കാതിരിക്കുക. ബിക്കോസ് എനിവേ നിങ്ങളുടെ ഫ്രണ്ടിന് CA ആവണം, നിങ്ങൾക്ക് CA ആവണം. അപ്പോൾ ഫസ്റ്റ് പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്താണ്? ടു ബിക്കം CA ആസ് സൂൺ ആസ് പോസിബിൾ, ആസ് സിമ്പിൾ ആസ് ദാറ്റ് ഷുഡ് ബി യുവർ ഗോൾ. അത് മാത്രമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ കുറേ മിസ്റ്റേക്സ് കോൺഷ്യസ്ലിയോ അൺകോൺഷ്യസ്ലിയോ ചെയ്യുന്നുണ്ട്. അത് ഞങ്ങൾക്ക് തിരുത്താൻ പറ്റിയാൽ വി ക്യാൻ ചേഞ്ച് അവർ റിസൾട്ട്സ്. ഞങ്ങളുടെ റിസൾട്ടിനെ തന്നെ ഞങ്ങൾക്ക് മാറ്റാൻ പറ്റും. മീൻ വൈൽ ഈ എക്സാംസിൻ്റെ റണ്ണപ്പിൽ പ്ലീസ് കീപ് സ്റ്റഡിങ്, കീപ് യുവർ ഫോക്കസ് ഇൻ ടു ഇറ്റ്. ഓക്കെ, ഞങ്ങൾക്ക് കുറേ ടൈം ഇങ്ങനെ ചിന്ത വരും, ലൈക്ക് ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ്, ഇത് നടക്കുന്നില്ല, ഇത് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ പ്ലീസ് കാം ഡൗൺ, റിലാക്സ് ആവുക. എന്നിട്ട് അതിന് ഡു നോട്ട് ലെറ്റ് ഗോ, ആ ടെമ്പോന് ഡു നോട്ട് ലെറ്റ് ഗോ. ആ കണ്ടിന്യൂറ്റി, ആ കൺസിസ്റ്റൻസി എപ്പോഴും വെക്കുക, അതെപ്പോഴും ഇരിക്കണം. ആവുന്നില്ല എന്നുള്ള ചിന്തയാണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് റിലാക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഗെറ്റ് ബാക്ക് അഗെയിൻ ആൻഡ് കീപ് സ്റ്റഡിങ്, കീപ് യുവർ ഫോക്കസ്.
ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നല്ല ട്രസ്റ്റ് ഉണ്ടാവണം. നിങ്ങൾ ഈ പ്ലാൻസിനെ എക്സിക്യൂട്ട് ചെയ്ത് കൺസിസ്റ്റന്റ് എഫേർട്സ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഒരു ട്രസ്റ്റ് കൂടുതൽ ബിൽഡ് ചെയ്ത് വരും. ആൻഡ് യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് സക്സസ്. ഓക്കെ, സോ ഡോണ്ട് സ്റ്റോപ്പ്. So there is a saying that if you are not able to fly, then you must start running. And if you are not able to run, keep walking. And if you are not able to walk, keep crawling. Do not stop, because if you stop, then you will be in hell. Okay, so be unstoppable and keep moving. Okay, so I think that you have liked this video and hope you have liked this video. So please do subscribe to the channel Comrade C, do hit the like button and share with your friends as much as possible. So this is Samit signing off. Thanks for watching the video.